സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സമ്മും എനിയും തമ്മിലുള്ള വ്യത്യാസമാണ്. വലിയ സംഭവമൊന്നുമില്ല. സം എന്ന് പറഞ്ഞാൽ കുറച്ചെന്നുള്ളൊരു അർത്ഥമാണ്. എനി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും, ഒന്നുപോലും ഇല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും എന്നുള്ളൊരു അർത്ഥമാണുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ചില ഉദാഹരണങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കി നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കുക, സം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഒരു നമ്പറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കുറച്ചെന്നുള്ള അർത്ഥമാണുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കും. അപ്പോൾ ഈ നൗൺ എന്താണെന്നുള്ളത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് എണ്ണാൻ പറ്റാത്തതെന്ന് മാത്രം അങ്ങ് ഉദ്ദേശിച്ചാൽ മതി. ഇവിടെ ഞാൻ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്, ഇവിടെ ഒരു മഞ്ഞ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഹി ഡ്രാങ്ക് സം ജ്യൂസ് ബിഫോർ ദ ലഞ്ച് എന്നുണ്ട്. അപ്പോൾ ഈ ജ്യൂസിനെ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെയും ഏത് ഉപയോഗിക്കും? സം ഉപയോഗിക്കും. അതേസമയം നിങ്ങൾ പറയുന്നു, ഓക്കെ, ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഉദാഹരണമാണ് ഐ മെയ്ഡ് സം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇൻ ദിസ് എസ്സേ. ഓക്കെ, ഈ എസ്സേയിൽ ഞാൻ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴവിടെ നമ്മൾ കുറച്ചെന്നുള്ളത് എത്രയാണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് എണ്ണാൻ പറ്റും. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്, എന്താണ് ചെറിയ നമ്പർ, കുറച്ച് എണ്ണത്തിൻ്റെ കൂടെ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോഴീ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളും പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സിമ്പിൾ പാസ്റ്റിൻ്റെ ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അപ്പോഴേ താഴെ ലിങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ചാപ്റ്ററുകൾ അതിൻ്റെ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റുദാഹരണം കൊടുത്തിരിക്കുന്നത് ഐ നീഡ് സം മണി ടു ബൈ ഫുഡ്. ഓക്കെ, കുറച്ച് പൈസ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴവിടെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അവിടെയും നമ്മൾ സം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന് എനി എന്നുള്ളത് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുള്ളതാണ്. അതായത് ഈ സമ്മിൻ്റെ സ്ഥലത്ത് നമുക്ക് എനി ഉപയോഗിക്കാം. പക്ഷേ എന്താണ്, ഈ നോട്ട് ഇല്ല എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ്, അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എനി എന്ന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഉദാഹരണം നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം ഐ ഡിഡ്ന്റ് മേക്ക് എനി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇൻ ദിസ് എസ്സേ. ഓക്കെ, ഐ ഡിഡ്ന്റ് മേക്ക് എന്നാണ് പറഞ്ഞത്. എന്താണ്, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ശ്രദ്ധിക്കുക, അതൊരു പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇല്ല എന്ന് പറയാൻ വേണ്ടി ആ ഡിഡ് പ്ലസ് മേക്ക് ഇസ് ഈക്വൽ ടു മെയ്ഡ് ആണ്, അല്ലേ? അങ്ങനെ ആക്കി വേർതിരിച്ചു, എന്നിട്ട് നോട്ട് ചേർത്തപ്പോഴേ നോട്ട് വരുമ്പോഴേ ഇവിടെ ഉദാഹരണത്തിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോഴേ തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം പഠിച്ചാണല്ലേ, ഡിഡ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള പഠിച്ചാണ്. ഇവിടെ തീർച്ചയായും നിങ്ങൾ പഴയ ചാപ്റ്ററിലേക്ക് ഒന്ന് പോവുക. മറ്റുദാഹരണം ഐ ഡിഡ്ന്റ് ഡ്രിങ്ക് എനി ജ്യൂസ് ബിഫോർ ദ ലഞ്ച്. ഓക്കെ, എന്താണ്, ലഞ്ച് മുമ്പ് ഞാൻ ഒരു ജ്യൂസ് ഒട്ടും കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായും ശ്രദ്ധിക്കുക. ഓക്കെ, വാസ് ദർ എനി കോൾ ഫോർ മീ ലാസ്റ്റ് ഡേ. ഓക്കെ, നമ്മൾ എന്താണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ഞാനിപ്പോൾ ഓഫീസിൽ പോയിട്ടില്ലായിരുന്നു ഇന്നലെ. അപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് നിന്നപ്പോൾ എൻ്റെ ഓഫീസിലുള്ള എൻ്റെ അസിസ്റ്റന്റിനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും കോൾ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഐ ഹാവൻറ്റ് ബ്രോട്ട് എനി മണി വിത്ത് മീ. ഓക്കെ, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്നുള്ളതാണ്. ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോട്ട്, അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഐ ഹാവൻറ്റ് ഇല്ല എന്നുള്ളതാണ്, ഹാവൻറ്റ് ബ്രോട്ട് എനി മണി, ഒട്ടും പൈസ എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.